നമ്മൾ കാണുന്ന നമ്മൾ കാണാത്തവരുമായ ജീവികൾ മുഴുവൻ, ആകാശഭൂമിയിലുള്ള മുഴുവൻ ജീവികളും, ഉറുമ്പുകളും മത്സ്യവും മരങ്ങളും ചെടികളും, ഭൂമിയിലുള്ള ആകാശത്തുള്ള എല്ലാ വസ്തുക്കളും അവരുടെ രൂപത്തിൽ, അവരുടെ ഭാഷയിൽ അവർ തസ്ബീഹ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ കഴിച്ച മത്സ്യം ഇന്നലെ വരെ അള്ളാഹനെ തസ്ബീഹ് നടത്തുന്നതായിരുന്നു. ഇന്ന് നമ്മൾ രാവിലെ അറുത്ത ചിക്കൻ ഇന്നലെ വരെ അള്ളാഹുവിനെ തസ്ബീഹ് നടത്തുന്നവരായിരുന്നു. വൽമലായികതു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അള്ളാഹുവിൻ്റെ മലായികത്തുകൾ അള്ളാഹുവിനെ തസ്ബീഹ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പടച്ചോനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ എന്താ ഗുണം? ലഅല്ലക തർളാ, അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിനക്ക് സംതൃപ്തി നൽകുന്നതാണ്, സന്തോഷം നൽകുന്നതാണ്. തസ്ബീഹ് കൊണ്ട് ഗുണം പറയാം, ധാരാളം പുണ്യം കിട്ടുന്ന കാര്യമാണ്, മാനസിക വിഷമങ്ങൾക്കുള്ള പരിഹാരമാണ് തസ്ബീഹ്. സുബ്ഹാനല്ലാഹ്. പാപം പൊറുക്കാൻ ആഗ്രഹമുണ്ടോ? ഒരു ദിവസം 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി പറഞ്ഞാൽ, വഇൻകാനത് മിസ്ല സബദിൽ ബഹരി, കടലിലെ നുരയും പതയോളം പാപമുണ്ടെങ്കിലും അല്ലാഹ് പുറത്തു തരും. അത്രക്ക് ഗുണമുണ്ട് സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾക്കൊരു ദിവസം 1000 നന്മ ചെയ്യാൻ കഴിയുമോ? ഒരു ദിവസം 1000 നന്മ ചെയ്യാൻ കഴിയുമോ? സ്വഹാബത്ത് തിരിച്ചു ചോദിച്ചു, നബിയെ എങ്ങനെ 1000 നന്മയോ? പറ്റും നബി തങ്ങൾ പറഞ്ഞു, സാധിക്കും. എങ്ങനെയാണ്? യുസബ്ബിഹു മിഅത തസ്ബീഹത്തിൻ, ഒരു ദിവസം നീ 100 തവണ സുബ്ഹാനല്ലാഹ് പറഞ്ഞോ 1000 നന്മ കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മതാണ്, നബി തങ്ങൾ പഠിപ്പിച്ച വഹിയാണ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വായ്ക്കകത്ത്, സമുദ്രത്തിൻ്റെ അകത്ത് കൂരിരുട്ടുള്ള രാത്രിയിൽ അപകടത്തിൽപ്പെട്ടു. അള്ളാഹിനോട് തസ്ബീഹ് നടത്തി, സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, രക്ഷപ്പെട്ടു. മത്സ്യം പുറന്തള്ളി. ആ ചരിത്രം പറയുന്നിടത്ത് ഖുർആൻ പറയാണ്, യൂനുസ് നബി മത്സ്യത്തിൻ്റെ അകത്ത് വെച്ച് മാത്രമല്ല, മറ്റു പുറമേ നേരത്തെ തന്നെ തസ്ബീഹ് നടത്തുന്ന നബിയായിരുന്നു. ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, ആ പ്രവാചകൻ നേരത്തെ തസ്ബീഹ് നടത്തുന്നവനായിരുന്നില്ലെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ, ആ മത്സ്യത്തിൻ്റെ വായ്ക്കകത്ത് ഖിയാമത്ത് ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ പിടിച്ചു വെക്കുമായിരുന്നു. പക്ഷേ രക്ഷപ്പെടുത്താനുള്ള കാരണം തസ്ബീഹ് നടത്തുന്ന വ്യക്തിയായിരുന്നു. ജീവിതത്തിൻ്റെ 100 കണക്കിന് പ്രതിസന്ധിയിൽ കടന്ന് മുങ്ങിക്കുളിക്കുന്ന നമ്മളോടാണ് ഈ ആയത്ത് പറയുന്നത്, നിങ്ങൾ തസ്ബീഹ് നടത്തുന്നവരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം പ്രതിസന്ധികളിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നന്മകളെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ.